നിങ്ങളുടെ ബിസിനസ് ഈസ് ഇൻ ക്രിട്ടിക്കൽ കണ്ടീഷൻ ആൻഡ് ഈസ് ഇൻ ഐസ്. കേരളത്തിലിരിക്കുന്നവർ വിചാരിക്കും ഇതൊന്നും നമ്മളെ ബാധിക്കത്തില്ലല്ലോ എന്ന്. നിങ്ങളുടെ എല്ലാ വർക്കുകളും നിർത്തിവെക്കാൻ പറയും. വാർ റൂമിൽ പോയിരുന്ന് ചെയ്യേണ്ട പണിയാണ്. ഈ യുദ്ധം ജയിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, ഇറ്റ്സ് ജസ്റ്റ് ഫോർ സർവൈവ്. തിങ്ക് ലൈക്ക് എ കമാൻഡർ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് പ്രവാസി മലയാളികളും ബിസിനസ്സുകാരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തെ മൊത്തത്തിൽ ബിസിനസ്സിൽ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? വാർ ടൈം ലീഡർഷിപ്പ്. വാർ ടൈം ലീഡർഷിപ്പ്. ഒരു സിഇഒ ഒരു കമാൻഡറായി മാറേണ്ട സമയം. വാർ ടൈം ലീഡർഷിപ്പ്. എങ്ങനെ ഈ ഒരു പാനിക് സിറ്റുവേഷനെ ഒരു പവർഫുൾ ടൂളായിട്ട് ട്രാൻസ്ഫോം ചെയ്യാം? ഈ കൺഫ്യൂഷൻ വന്നു നിൽക്കുന്ന സമയത്ത് എങ്ങനെ ക്ലാരിറ്റി കൊണ്ടുവരാം? എങ്ങനെ ഒരു ഓണർ ഒരു കമാൻഡറായി ട്രാൻസ്ഫോം ചെയ്യാം? ഹൗ ടു സർവൈവ്, സ്റ്റെബിലൈസ് ആൻഡ് ഡോമിനേറ്റ് ഡ്യൂറിങ് അൺസർട്ടൺ ടൈംസ്. എങ്ങനെ സർവൈവ് ചെയ്യണം, എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യണം, എങ്ങനെ ഡോമിനേറ്റ് ചെയ്യണം ഡ്യൂറിങ് അൺസർട്ടൺ ടൈംസ്. കാര്യങ്ങളൊക്കെ സ്മൂത്തായി പോകുന്ന സമയത്ത് അത് സർവൈവ് ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഏതൊരു ആവറേജ് ബിസിനസ്സുകാരനെ സംബന്ധിച്ചും എളുപ്പമുള്ള കാര്യമാണ്. കാര്യങ്ങളൊക്കെ തനിക്ക് ചുറ്റും എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് നടക്കുന്നു. വെൻ പീസ് ഈസ് ദെയർ, ഇറ്റ് ഈസ് ഈസി ഫോർ ആൻ ആവറേജ് ബിസിനസ് ഓണർ ടു സർവൈവ്. പക്ഷേ ഒരു യുദ്ധം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ ലീഡേഴ്സിന് മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റൂ. ആവറേജ് ബിസിനസ്സുകാർക്കൊന്നും സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഓൺലി ലീഡേഴ്സ്. സോ അവിടെ എങ്ങനെ സർവൈവ് ചെയ്യണം, അവിടെ എങ്ങനെ ഡോമിനേറ്റ് ചെയ്യണം? ആർക്കൊക്കെയാണ് ഒരു അൺസർട്ടനിറ്റി ഫീൽ ചെയ്യുന്നത്? അൺസർട്ടനിറ്റി എന്താകും, എന്താണ് നടക്കുന്നത് എന്നുള്ള അൺസർട്ടനിറ്റി. യെസ്, ഗുഡ്. ആ ഒരു ഭയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് തിങ്. കാരണം ആ ഭയം സൂചിപ്പിക്കുന്നത് ഇസ് ദാറ്റ് യു കെയർ അബൌട്ട് ദ തിങ്സ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തോട് നിങ്ങൾക്ക് കൂറുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ ഭയം. പക്ഷെ പാനിക് ആകുക എന്ന് പറയുന്നതും ഫിയർഫുൾ ആകുക എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഇപ്പം ഞാൻ ഖത്തറിലുണ്ടായിരുന്ന ദിവസങ്ങളിൽ ഭയങ്കരമായ ഒച്ച കേൾക്കാം, ഭയങ്കര ശബ്ദമൊക്കെ കേൾക്കാം രാത്രിയിലൊക്കെ. ഇത് കാണാൻ ഒരു തവണ പോലും ഞാൻ ആ വിൻഡോയുടെ അടുത്ത് മാറി വെളിയിലോട്ട് നോക്കി നിന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം നമുക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടിയിരിക്കുന്ന എന്താണ്? ഇതുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഗ്ലാസ് ഡോർസിന്റെയോ വിൻഡോസിന്റെയോ അടുത്ത് നിൽക്കരുത്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്താണോ ഈ വാർ ടൈമിൽ നമുക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ, അത് നമ്മൾ എങ്ങനെയാണോ പാലിക്കുന്നത്, അതുപോലെയായിരിക്കും ഏതൊരു സാഹചര്യത്തിലും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അവർ പാലിക്കുന്നത്. സോ ഈ യുദ്ധമുഖത്തുള്ളവരോട് പറയാനുള്ളത്, ദയവ് ഇത് കാണാനായിട്ട് പുറത്തിറങ്ങി നിൽക്കാതിരിക്കുക, ജനലിന്റെ അടുത്ത് മാറി നിൽക്കാതിരിക്കുക. എന്താണോ നമുക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ് അത് നമ്മളും നമുക്ക് ചുറ്റുമുള്ളവരും അത് അതുപോലെ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആദ്യം. ആസ് എ ലീഡർ നിങ്ങൾ ആ വലിയ ലീഡറിന്റെ ഫോളോവറായി മാറുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ആ വലിയ ലീഡർ എന്ന് പറയാൻ നമ്മുടെ ഫോണുകളിലേക്ക് വരുന്ന മെസ്സേജുകൾ മാത്രമാണ്. ആ വലിയ ലീഡർ എന്താണോ പറയുന്നത് അതിനെ ഫോളോ ചെയ്യുന്ന ഒരു ഫോളോവർക്ക് മാത്രമേ ഒരു ലീഡറായി മാറാൻ സാധിക്കൂ എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഫോളോ ദ റൂൾസ്. ബിസിനസ്സിലാണെങ്കിലും യു ഷുഡ് ഫോളോ ദ റൂൾസ്.